അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദവും സമാധാനവും പാടിയ ദൂതഗണങ്ങളോട് ചേർന്ന് നമുക്കും ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനനത്തിനായി കഷ്ടതയും അപമാനവും വേദനയും സഹിച്ച യോസഫിനെയും കന്യകമറിയെയും അനുസരണത്തിനായും സമർപ്പണത്തിനായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം കാണണമെന്ന് പറഞ്ഞ് ഉണ്ണിയേശുവിനെ കാണുവാൻ പുറപ്പെട്ട
ആട്ടിടയന്മാരുടെ വിശ്വാസം ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പൊന്ന മൂല കുന്തിരുക്കം എന്നിവയുമായി യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ വിദ്വാൻമാരുടെ ആധ്യാത്മിക യാത്രയിൽ നമുക്ക് പങ്കുചേരാം. പ്രാരംഭകീർത്തനമായി കീർത്തനം 49 പാടി ഇന്നത്തെ കാരൽ സർവീസിന്റെ ആരാധന ആരംഭിക്കാം. ബേത്ലഹേം നല്ല നഗരി.
ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ നിന്റെ പുത്രനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് ഞങ്ങളുടെ ആയുസ്സെല്ലാം നിന്നെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കൃപയാണെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നുവെന്ന് പ്രതിവാക്യമായി പറയാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന്റെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കും എന്ന് അരുളി ചെയ്ത ദൈവമേ, സ്വയാഭിമാനികളും സ്വാർത്ഥമതികളുമായ മനുഷ്യവർഗത്തിന് വേണ്ടിയും മുഴുവൻ പ്രപഞ്ചത്തിന് വേണ്ടിയും വിമോചനത്തിന് വേണ്ടിയും മാതൃത്വത്തിലേക്ക് ഇറങ്ങി വന്ന സർവ്വലോകത്തിന്റെയും സൃഷ്ടാവായ പിതാവാം ദൈവമേ, പാപത്തിന്റെ ആഴത്തിൽ ആഴ്ന്നുപോയ മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി ബേത്ലഹേം മുതൽ ത്യാഗപൂർണമായ ക്രൂശിന്റെ മാർഗ്ഗം സ്വീകരിച്ച ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ പുത്രനാം ദൈവമേ, സർവസൃഷ്ടിയെയും പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, പാപസ്വീകാരം ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി നമ്മെ സ്നേഹിച്ചപ്പോൾ ദൈവമക്കളെന്ന അവകാശം നമുക്ക് തന്നിരിക്കുന്നു. വെളിച്ചം ലോകത്തും നമുക്ക് നമ്മുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ നാം വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ക്രിസ്മസിന്റെ സന്തോഷത്തിന് കൂടി വന്നിരിക്കുന്ന നാം ക്രിസ്മസിന്റെ സാരാംശങ്ങൾ കൊണ്ടുകൊണ്ട് ഭക്തിപൂർണമായ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി അല്പസമയമൗനമായി ധ്യാനാത്മകമായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. സ്നേഹമായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പാടി പറയാം. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ രക്ഷയുടെ സ്നേഹ സന്ദേശം പ്രാപ്തിയമാക്കാതെ ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ സ്നേഹശൂന്യതയെ ക്രിസ്മസ് സൗജന്യത്തിലുള്ള മഹാസന്തോഷമാണെന്ന് ഞങ്ങൾ അറിയുന്നുവെങ്കിലും ഈ സന്തോഷം മറ്റുള്ളവരുമായും വിശിഷ്യാദുഃഖത്തിലും വേദനയിലും ഇരിക്കുന്നവരുമായും നീതിയും അവസരങ്ങളും നിഷേധിക്കപ്പെട്ടവരുമായും പങ്കുവയ്ക്കുന്നതിനുള്ള ഞങ്ങളുടെ വീക്ഷകളെ ദാസരൂപമെടുത്ത തന്നെത്താൻ വിളിച്ച ദൈവപുത്രന്റെ ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷം പൂർവ്വം കൊണ്ടാടുവാൻ പരിധിരിക്കുന്നതിനുള്ള മനസ്സും സ്വയം ശൂന്യമാക്കുന്നതിനുള്ള ഭാവവും നഷ്ടപ്പെടുത്തി ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാവർക്കും ചേർന്ന് പറയാൻ താങ്കളുടെ പ്രാർത്ഥനകളോട് ഒരുമിച്ച് പറയുകയാണ്. സ്നേഹാർദ്രമായ ദൈവമേ, ശരീരപ്രകാരങ്ങളും ഈ ക്രിസ്മസ് ആരാധനയിൽ സർവസൃഷ്ടിക്കും രക്ഷാകരമായ ദൈവകൃപയിൽ ജഡം ധരിച്ച യേശുക്രിസ്തുവിന്റെ നിത്യജനത്തെ വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം നമ്മെ ആസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച ശക്തീകരിക്കട്ടെ. സർവജനത്തിനുള്ള മഹാസന്തോഷത്തിന്റെ സുദിനത്തിൽ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കുന്ന അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ.
ക്രിസ്തുമസിൽ കൂടി ലഭ്യമാകുന്ന പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ചാലകങ്ങളായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ തേടി വന്നതുപോലെ ഒരു പ്രപഞ്ചത്തിന്റെയും ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവരും ഇരിക്കുമ്പോൾ ഗായകസംഘാംഗങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് താഴ്ന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാം. നിന്റെ ദയാലുള്ളതാകിയാൽ ശ്രദ്ധിക്കുവാൻ സംഗീത ഞങ്ങളുടെ സ്തുതികളും ഗാനങ്ങളും കൊണ്ട് ഞങ്ങളെ ആത്മാവുകൊണ്ടും ബുദ്ധികൊണ്ടും ചെറുതായി പാടുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കുകയും ഈ ആയുസിന് ശേഷം നിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും ആരാധിക്കുന്നവരോടുകൂടെ ഞങ്ങൾക്ക് കാണപ്പെടുവാൻ നിർമ്മല ഹൃദയവും വെടിപ്പുള്ള അധരവും നൽകി വിശുദ്ധ ജീവിതം നൽകുവാൻ കൃപകരണമെന്ന് സ്വർഗ്ഗത്തിലെ സകലധികാരവും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. മനുഷ്യനപ്രാപ്യമായിരുന്നതായ ദൈവ സാന്നിധ്യത്തെ മനുഷ്യനായിട്ട് തീർന്ന നമ്മുടെ ഇടയിലേക്ക് നമ്മളിൽ ഒരുവനായിട്ട് കടന്നു പോകാൻ തന്റെ ഏകജാതനായ പുത്രനെ അയച്ച ദൈവസ്നേഹത്തെ പ്രകീർത്തിക്കുന്ന മനസ്സിലാക്കുന്നതായ ആഘോഷിക്കുന്നതായ ഒരു വലിയ കാലഘട്ടമാണ്. എന്നാൽ പുറമേയുള്ള ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുവാനോ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതായ ആ വിവാഹത്തിന്റെ തുടർ പ്രക്രിയ നടക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്ക് കൂടുതൽ ദിശാബോധം നൽകുന്നതിന്, കൂടുതൽ ദർശനത്തോടെ കർത്താവിന് വേണ്ടി പ്രഘോഷിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കർത്താവിന് വേണ്ടി അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഒരു പ്രാവശ്യം കൂടി ഈ ക്രിസ്മസ് കാലയളവിൽ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്നത്തെ ക്രിസ്മസ് ആരാധന, ക്രിസ്മസ് ഗാന ശുശ്രൂഷ അതിന് നമ്മയൊക്കെ സജ്ജമാകട്ടെ. നമ്മെ അതിനുവേണ്ടി സന്തോഷത്തോടുകൂടി ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന വർഗീസ് സാമ്പലച്ചനെ വളരെ സന്തോഷത്തോടുകൂടി ഈ ദേവാലയത്തിലേക്ക് പ്രത്യേകിച്ച് ഈ കരൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യ അതിഥിയായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് സെന്റ് ആൻഡ്രൂസ് മാധവാധികാരി സജീവ് തോമസ് അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഒരു അയൽക്കാരനാണ്. നമ്മുടെ ആരാധനകളിലും നമ്മുടെ ഐക്യ കൂടിവരവുകളിലും കൂട്ടായ്മകളിലും കൺവെൻഷനുകളിലും എല്ലാം സജീവ സാന്നിധ്യമാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ നമ്മളോടുകൂടിയുള്ള സാന്നിധ്യം നമുക്ക് വളരെ സന്തോഷം നൽകുന്നു. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ കൂടുതൽ ഊഷ്മളത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ അച്ഛനാണ് നിർവഹിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരുടെയും നാമത്തിൽ ഒരുപാട് സജീവ് തോമസ് അച്ഛനെ ഈ കരൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഈ കരൾ സർവീസിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ അവസാനമായിട്ടാണെങ്കിലും ഒട്ടും പ്രാധാന്യമില്ലാത്തതല്ല, നമ്മുടെ ഈ കരോൾ സർവീസിന്റെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് ഗായക സംഘമാണല്ലോ. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വളരെ താല്പര്യത്തോടുകൂടി അധ്വാനിച്ച് ഈ കരോൾ സർവീസിന് വേണ്ടി ഒരുങ്ങിയ ഗായക സംഘാംഗങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയും ഈ കരോൾ സർവീസിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്തു. നമ്മുടെ ഇടവക കമ്മിറ്റി, കൈക്കാരന്മാർ, സെക്രട്ടറി, അതുപോലെ തന്നെ കൗൺസിൽ മെമ്പർ, അതുപോലെ കൂടി വന്നിരിക്കുന്ന
മറ്റ് എല്ലാവരെയും വളരെ അതിഥികളെയും വളരെ സന്തോഷത്തോടുകൂടി ഈ കറണ്ട് സർവീസിലേക്ക് ഗാന ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതാണ്. ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവസഭ മനുഷ്യർക്ക് സമാധാനം. വീണ്ടും ഒരു ക്രിസ്മസ് രാവ് ആഗമനമായിരിക്കുന്നു. ലോകരക്ഷിതാവായ യേശുക്രിസ്തു പിറന്നുകൊണ്ടിരുന്നു. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ദൈവം ഭൂമിയിൽ അവതരിച്ച സൂര്യനാണ്. Saint Anthony once said, God became man so that we might become the children of God. സുവിശേഷകനായ യോഹന്നാന്റെ ഭാഷയിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു, നമ്മൾ അവന്റെ തേജസ് കണ്ടു. ഈ കരോൾ സഭയിലെ ചിന്താ വിഷയം മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ളതാണ്. Let the King of Glory come in. മഹത്വത്തിന്റെ രാജാവ് അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേരുകളിൽ അറിയപ്പെട്ട ദൈവം. പ്രവാചകർ അരുളി ചെയ്തത് വചനം നിവൃത്തിയായ സൂചനം. ഈ രാജാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കാം. മഹത്വ രാജാവ് നമ്മിൽ പ്രവേശിച്ച് കർത്തൃത്വം നടത്തട്ടെ. മണ്ണും വെള്ളം ഒന്നായി തീർന്ന സൂര്യന്റെ ഇന്നത്തെ ഗാനങ്ങളുടെയും വചനങ്ങളിലൂടെയും പുനരാവിഷ്കരിക്കാം. ഏവർക്കും ഈ വർഷത്തെ ക്രിസ്മസ് സന്തോഷത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗാനസന്ധ്യ ആരംഭിക്കുന്നു. O Come All Ye Faithful. O Come All Ye Faithful is a popular hymn by John Francis Wade, who is recognized as both the author and composer of the hymn. Originally written in Latin in 1743, Frederick Audley translated the hymn in English in 1841. The hymn invites us all, the faithful, to adore Jesus Christ our Lord. Let all join singing, O come ye, all ye faithful. So
ഇന്നത്തെ കരോൾ ഗാന ശുശ്രൂഷയിലേക്കും ആരാധനയിലേക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം പാഠം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ദൈവവചനങ്ങളിലേക്ക് എത്തി. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചനങ്ങൾ. എന്നാൽ കഷ്ടതയിലുള്ള ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ച് കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ ഇങ്ങനെ 1-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. മഞ്ഞണിഞ്ഞ പൂനിലാവിൽ മാലാഖമാർ വാനിൽ പാടിയ ഉത്തമ ഗാനം നമുക്ക് കേൾക്കാം. ദൈവത്തിൽ പുത്രൻ വാഗ്ദത്തം പോൽ സ്വർഗലോകം വിട്ട് പുൽക്കൂട്ടിൽ കന്യക മേരിയിൽ വന്നു പിറന്നു. ആടുകളെ കാവൽ കാക്കുന്ന ആട്ടിടയന്മാർ ഈ സുന്ദര ഗാനം കേട്ട് നിശ്ചലരായിരുന്നു. തോമസ് രചിച്ച് ഈണം പകർന്ന മനോഹര ഗാനം മാലാഖമാർ മഞ്ഞണിഞ്ഞ പൂനിലാവിൽ നമുക്ക് കേൾക്കാം.
പുൽക്കൂട് ആകാൻ ഇരുൾ മൂടിയ താഴ്വരയിൽ ഒരു താരകമായി വഴികാട്ടും ദീപമായി അവതരിച്ച നരസുതനെ വാഴ്ത്തിപ്പാടാം. നീലനിലാവിൽ ശീതളരാവിൽ മാനവനായൊരു ദേവകുമാരനെ വാഴ്ത്തിപ്പാടാം. സ്റ്റീഫൻ ജോസ് എഴുതി ഈണം പകർന്ന് നിപിൽ ജോസ് ചിട്ടപ്പെടുത്തിയ തരുനിരകൾ തളിരണിയുന്നൊരു കുളിരും രാവിൽ സംഗീതം എന്ന ഗാനം ഗായക സംഘം ആലപിക്കുന്നു.
സ്വർഗം വെടിഞ്ഞ് മനുഷ്യത്തിന് ശാന്തിയും സംതൃപ്തിയും നൽകാമെന്നാണ് രക്ഷാഭിനാഥന്റെ ജനനം ആഘോഷിക്കാൻ. ശ്രീ മാത്യു ജേക്കബ് രചിച്ച് ജോയൽ ഈണം പകർന്ന പഞ്ചനങ്ങൾ പാടി വരൂ മണിക്കുയിലെ എന്ന ഇമ്പഗാനം ക്ഷണിക്കാം. രണ്ടാം പാഠം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 1:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്താൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും.
അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യോസേഫ് ഉറപ്പുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന പേർ വിളിച്ചു. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിക്കുന്നു. Lift up your heads, O ye gates. Let the King of glory come in. Who is the King of glory? The Lord of hosts, He is the King of glory. Therefore, let us sing Hallelujah to the one eternal King and the Lord of lords. This carol is based on Psalm 24, written and composed by Joseph M. Martin and John Page. Let us listen to this carol. മൂന്നാം പാഠം. ഇന്നേക്ക് നിശ്ചയിച്ചിരിക്കുന്ന മൂന്നാം ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവജനങ്ങളെ ശ്രദ്ധിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:1 മുതൽ. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു. അവന് വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നതിനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. വചനം ജഡമായി തീർന്നു,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് തേജസ്സായി കണ്ടു. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. ക്രിസ്മസ് എന്നത് ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ഒന്നാം വരവിനെ ആഘോഷിക്കുന്നതിനോടൊപ്പം രണ്ടാം വരവിനായി ഒരുക്കത്തോടെ ഇരിപ്പാൻ ഓർമ്മിപ്പിക്കുന്ന അവസരമാണ്. കണ്ടവനും യേശു വരുന്നു എന്ന് പേരും സൂര്യനോടൊത്ത തേജസ്സോടെ ലോകർ അവനെ ദർശിക്കും. ദുഷ്ടർ ഭീതിയോടെ തൻ മുമ്പാകെ കുമ്പിടും. ദൂതസംഘവും വിശുദ്ധരും ഹല്ലേലൂയ പാടുന്നു. ആമേൻ. ദൈവത്തിനാടിന് മാനം, ശക്തി, സ്തുതി, സ്തോത്രം കൊടുപ്പാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ഒലിവോസ് എഴുതിയ കീർത്തനം നാം ശ്രമിക്കാം. Christmas message. We welcome and invite Reverend Sanjeev Thomas, Vicar of St. Andrew's Mortimer Church, Pariyaram, to deliver today's message. കർത്താവും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അവർക്കും സ്നേഹവന്ദനം.
ഒരു ക്രിസ്മസും കൂടെ നാം ആഘോഷിക്കുവാൻ ഈ ദേവാലയത്തിൽ വന്നു ചേർന്ന് ഗാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ദൈവവചന വായനയിലൂടെയും കേൾവിയിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയിൽ മനോഹരമായ ഗാനങ്ങളിലൂടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന നായക സംഘത്തെ, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ, പ്രത്യേകിച്ച് ഇടവികാരി ഡോക്ടർ ഷൈന അച്ഛനെ, ഇടവക ചുമതലക്കാരെ എല്ലാവരെയും ദൈവനാമത്തിൽ അഭിനന്ദിക്കുന്നു. ദൈവദൂതന്മാരോടൊപ്പം രക്ഷകനെ പാടി സ്തുതിക്കുകയും രക്ഷകനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണല്ലോ കരോൾ സർവീസ്. അത് ഏറ്റവും അനുഗ്രഹീതമായി നടക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുമസിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ആവശ്യത്തിലധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഇന്ന് കാണുന്ന പല കാഴ്ചകളും, ഇന്ന് നാം ക്രിസ്തുമസിനോട് ചേർത്ത് വയ്ക്കുന്ന പല പ്രതീകങ്ങളും അത് പിൽക്കാലത്ത് ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. യഥാർത്ഥ ക്രിസ്തുമസിൻ്റെ പ്രതീകങ്ങൾ, അതിൻ്റെ അർത്ഥം കൂടുതലായി വീണ്ടെടുക്കേണ്ടതിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം പലപ്പോഴും ഇന്ന് കമ്പോളത്തിൽ നാം കാണുന്ന വളരെ ആകർഷണീയമായ പല കാഴ്ചകളും, അത് സാന്റാക്ലോസ് ഉൾപ്പെടെ, ക്രിസ്മസ് ട്രീ ഉൾപ്പെടെ, അതൊക്കെ വളരെ വൈകി നമ്മുടെ ക്രിസ്തുമസിനോട് ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. നാം ഇന്ന് അലങ്കരിക്കുന്ന ക്രിസ്മസ് ട്രീ, അത് വളരെ വൈകി ഈ ക്രിസ്മസിന്റെ അലങ്കാരത്തോട് ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പിന്റെ ചരിത്രത്തെ അമേരിക്കൻ കമ്പോളം അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ രൂപമാണ് പലപ്പോഴും നാം ഇന്ന് കാണുന്ന സാന്റാക്ലോസിന്റെ രൂപവും അതിൻ്റെ നിറവും അതിൻ്റെ വസ്ത്രധാരണവും ഒക്കെ എന്നുള്ളതും ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുമസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദാറ്റ് ഈസ് ദി ക്രൈസ്റ്റ് ഇവന്റ്, അത് ക്രിസ്തു സംഭവമാണ് എന്നുള്ളതും നമുക്കറിയാം. ഈ ക്രിസ്തു സംഭവത്തിൻ്റെ നേർക്കാഴ്ചകളും അതിൻ്റെ അടിത്തട്ടിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തെക്കുറിച്ച് നാം ആഴത്തിൽ പഠിക്കുകയും ചെയ്യുമ്പോൾ അത് നാം ഇന്ന് കാണുന്നത് പോലെ അത്ര സുന്ദരവും ഇത്ര ആഡംബരവും ഇത്ര മനോഹരവുമായ ഒന്നായിരുന്നില്ല. ആദ്യ ക്രിസ്തുമസിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ പരിക്ഷീണരായി ഓടി നടക്കുന്ന ഒരു ദമ്പതിമാരെയാണ് നാം കാണുന്നത്. മാന്യമായ ഒരു പ്രസവം, സുരക്ഷിതമായ ഒരു പ്രസവം ഒരു സ്ത്രീയുടെ അവകാശമാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വ്യഥകളുമായി ഓടി നടക്കുന്ന ഒരു സ്ത്രീയും അവളോടൊപ്പമായിരിക്കുന്ന ജോസഫും, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്, അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പുണ്ട്, അവരുടെ ഉള്ളിൽ നിന്ന് ദീർഘനിശ്വാസങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന തീവ്രമായ വേദനയിലൂടെയാണ് ജോസഫും മറിയയും കടന്നു പോകുന്നത്. മറ്റൊരു ചിത്രമാണ് സ്വേച്ഛാധിപതിയായ, തൻ്റെ സുരക്ഷിതത്വം മാത്രം ആഗ്രഹിക്കുന്ന, തൻ്റെ സുരക്ഷിതത്വത്തിന് ആര് തരത്തിലുള്ള ഭീഷണി മുഴക്കിയാലും അവരെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കുന്ന ഒരു ചക്രവർത്തി. ആദ്യ ക്രിസ്തുമസിൽ ദൂതന്മാരുടെ പാട്ട് ഉണ്ട് എന്നൊക്കെ നാം പറയുമ്പോഴും അല്പം കഴിയുമ്പോൾ അവിടങ്ങളിൽ നിറയുന്നത് നിലവിളിയാണ്.
2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കൊല്ലപ്പെടലിൽ നിലവിളിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രവും ക്രിസ്തുമസിനോട് ചേർത്ത് നാം വായിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരു സാമ്രാജ്യത്വത്തിന്റെ, ഒരു ചക്രവർത്തിയുടെ ഇച്ഛകൾക്ക്, ഇഷ്ടങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യർ ഒരു രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കണക്കെടുപ്പ് നടത്തുമ്പോൾ ആ കണക്കെടുപ്പിലേക്ക് വരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെ അവിടങ്ങളിൽ ഇരകളെ സൃഷ്ടിക്കുന്ന അതിനെ സാധാരണ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഉപയോഗിക്കുന്ന പദം സിസ്റ്റമിക് ഈവിൾ എന്നുള്ളതാണ്. അതൊരു പാപത്തിന്റെ ശക്തിയാണ്, ഘടനാപരമായിട്ടുള്ള പാപത്തിന്റെ സംവിധാനം. അവിടേക്ക് വരുമ്പോൾ ആളുകളുടെ സുരക്ഷിതത്വമോ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒരുക്കാതെ തൻ്റെ തീരുമാനങ്ങളുടെ നടപ്പിലാക്കലിന് വേണ്ടി യാതൊരു മുൻകൂട്ടിയുള്ള ധാരണകളുമില്ലാതെ, ഒരുക്കങ്ങളുമില്ലാതെ കണക്കെടുപ്പ് നടത്തുന്ന ഒരു രാജാവിന്റെ ചരിത്രം. യേശു പിറന്നു എന്ന് കേൾക്കുമ്പോൾ വീണ്ടും നാം കാണുന്നത് അവിടെ വലിയ സന്തോഷമായിരുന്നില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ഹെരോദാവും യെരുശലേം മുഴുവനും ഭ്രമിച്ചു എന്നുള്ളതാണ്. അവർ ഭയത്തോടെ ഭ്രമിച്ചു പോവുകയാണ്. ആ ഭ്രമം എന്ത് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ സ്ഥാനമാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ചക്രവർത്തിക്ക് ഉണ്ടാകുന്നു. കീഴ്ത്തട്ടിലുള്ള ജനതയ്ക്ക് ആഹ്ലാദമുണ്ടാകുമ്പോൾ അവിടെ ചക്രവർത്തിക്ക് അവിടെ ഭയവും വിറയിലും പിടിക്കുന്നുണ്ട്. ഇനിയും ആദ്യ ക്രിസ്തുമസിന്റെ വിവരണങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ധാരാളം കാര്യങ്ങൾ ആവർത്തിക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ആദ്യ ക്രിസ്തുമസ് എന്ന് പറയുന്നത് പ്രതിസന്ധികളും നിലവിളിയും നെടുവീർപ്പും അനിശ്ചിതത്വവും എല്ലാ തരത്തിലുള്ള ജീവിത പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അത് ജോസഫും മറിയയും റാമയിലെ ആ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് മാതാപിതാക്കൾ ഉൾപ്പെടെ, അതോടൊപ്പം ഈ കുഞ്ഞിന്റെ ജനനത്തിങ്കൽ ഭയന്ന് വിറങ്ങിരിക്കുന്ന, പരിഭ്രമിക്കുന്ന ഒരു ചക്രവർത്തിയെയും ആ ചക്രവർത്തിയുടെ സിസ്റ്റം, സംവിധാനങ്ങൾ, വ്യവസ്ഥിതി അനേകം ആളുകളെ ഇരകളാക്കുന്നു എന്നുള്ള വളരെ പ്രധാനമായ സംഗതി. ഇവിടെ നിന്നുകൊണ്ട് വേണം നാം എപ്പോഴും യേശു ക്രിസ്തു എന്ന രക്ഷിതാവിന്റെ വീണ്ടെടുപ്പുകാരന്റെ ജനനത്തെ കുറിച്ച് നാം പഠിക്കുവാൻ. പലപ്പോഴും വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വീണ്ടും നാം ചിത്രീകരിക്കാറുണ്ട്, പറയാറുണ്ട്, ആവർത്തിക്കാറുണ്ട് യേശു പുൽക്കുടിലിൽ ജനിച്ചു എന്നുള്ളത്. അതിനെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പലയിടത്തും ഈ അടുത്ത കാലഘട്ടത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഞാൻ പോകുവാൻ പരിശ്രമിക്കുന്നില്ല. എങ്കിലും നാം വായിക്കുന്നുണ്ട്, അത് സുവിശേഷ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്, അവർക്ക് സ്ഥലമില്ലായകയാൽ, ശിശുവിനെ കിടത്തുവാൻ സ്ഥലമില്ലായകയാൽ അവർ പശുത്തൊഴുത്തിൽ പൈതലിനെ കിടത്തി എന്നാണ്. അപ്പോൾ അതിനു മുൻപ് എപ്പോഴോ അമ്മയായ മറിയ ഈ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടാവാം. നിങ്ങൾ നോക്കുക, ഒരു സ്ത്രീ, ഒരു യുവതിയായ സ്ത്രീ പൊതുനിരത്തിൽ, പൊതു ഇടത്തിൽ യാതൊരു തരത്തിലുള്ള പ്രൈവസിയുടെ, സ്വകാര്യതയുടെ സംരക്ഷണവുമില്ലാതെ, യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വത്തിന്റെ ക്രമീകരണങ്ങളുമില്ലാതെ പൊതു ഇടത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ക്രിസ്തു എവിടെയാണ് പിറന്നത് എന്ന ചോദ്യത്തിന് വേദപുസ്തകവും ചരിത്രവും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരം ഇതാണ്: ക്രിസ്തു ജനിച്ചത് ഇൻ പബ്ലിക് സ്പേസ്, പൊതു
അന്നത്തെ മത സംവിധാനത്തിന്റെ കേന്ദ്രമായ ജെറുസലേമിലോ ആ മതകേന്ദ്രത്തിന്റെ തന്നെ പല ഇടങ്ങളായ ദേവാലയങ്ങളിലോ ഒന്നുമായിരുന്നില്ല. പകരം ക്രിസ്തു പിറക്കുന്നത് പൊതു ഇടത്താണ്, ഈ പബ്ലിക് സ്പേസ്. അതുകൊണ്ട് ക്രിസ്തുമസ് എവിടെയെന്ന് നാം അന്വേഷിക്കുമ്പോൾ, ക്രിസ്തുമസ് ക്രൈസ്റ്റ് ഇവന്റ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഇൻ പബ്ലിക് സ്പേസ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുമസിന്റെ ഏറ്റവും മനോഹരമായ ഒരു അടയാളമായി, പ്രതീകമായി ഞാൻ എപ്പോഴും കാണാറുള്ളത് നക്ഷത്രത്തെയാണ്. നമുക്കറിയാം, നക്ഷത്രം എന്ന് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്നത് അത് ആകാശത്ത് നിൽക്കുന്നതാണ്. അത് ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. എനിക്ക് മാത്രമേ ഈ നക്ഷത്രത്തെ കാണുകയുള്ളൂ, കാണുവാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്കൊരിക്കലും ശഠിക്കുവാൻ കഴിയുകയില്ല. മുകളിലേക്ക് നോക്കുന്ന ഏതൊരു മനുഷ്യനും ഈ നക്ഷത്രത്തെ കാണുവാൻ കഴിയും. ക്രിസ്തു എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പൊതു ഇടത്തിലാണ്. പിന്നെയും നിങ്ങൾ നോക്കുക, യേശു എവിടെയാണ്? യേശു അവിടെ കാലിത്തൊഴുത്തിൽ പുൽക്കൂടിൽ കിടക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, പാറാവുകാരില്ല, നേരത്തെ അപ്പോയിന്റ്മെന്റ് ഇല്ല, തുറന്ന ഇടമാണ്, 4 വശവും തുറന്ന ഇടമാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരുടെയും മുന്നനുവാദം കൂടാതെ വന്ന് ആരാധിക്കുവാനും നമസ്കരിക്കുവാനും സാധ്യതയൊരുക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒന്നാമത് പറയുവാൻ ശ്രമിക്കുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷിതാവ് എന്നുള്ള വലിയ കാഴ്ചപ്പാട്, അത് നാം മനസ്സിലാക്കേണ്ടത് ഇൻ പബ്ലിക് സ്പേസ്. അവിടെ വാതായനങ്ങൾ എല്ലാവരുടെയും മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും രക്ഷകനെ കണ്ട് വണങ്ങി നമസ്കരിക്കാം. നാം ഈ വേദപുസ്തകത്തിലെ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും സൺഡേ സ്കൂൾ കുട്ടികൾ ക്രിസ്തുമസിന്റെ കരോൾ സർവീസിനോട് ചേർന്ന് നേറ്റിവിറ്റി പ്ലേ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ദേവാലയങ്ങളിലൊക്കെ നേറ്റിവിറ്റി പ്ലേ നടത്തുമ്പോൾ അവിടെ ജോസഫ് തൻ്റെ മക്കളെ ഈ വർഷം ജോസഫ് ആക്കണം, മറിയയാക്കണം എന്ന് വളരെ മുൻകൂട്ടി തീരുമാനിക്കുന്ന, അതിന് ക്രമീകരണങ്ങൾ ചെയ്തവരെ സ്വാധീനിക്കുന്ന മാതാപിതാക്കളെ പോലും കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ നേറ്റിവിറ്റി പ്ലേയിൽ ഏറ്റവും മിടുക്കരും സുന്ദരരായിട്ടുള്ള കുട്ടികളെ ജോസഫും മറിയുമായി നാം മാറ്റും. അതിനേക്കാൾ അല്പം മിടുക്ക് കുറഞ്ഞവരെ ആട്ടിടയന്മാരായി വിദ്വാൻമാരുമായിട്ടൊക്കെ വെക്കും. ഏറ്റവും അവസാനം ഒരു കഴിവുമില്ലാത്ത എന്ന് പലപ്പോഴും നമ്മൾ വിവക്ഷിക്കുന്ന ആളുകളെയാണ് സത്രം സൂക്ഷിപ്പുകാരാക്കുക എന്നത്. ഈ സത്രം സൂക്ഷിപ്പുകാർക്ക് അങ്ങനെ വലിയ ഡ്രസ്സിന്റെ അല്ലെങ്കിൽ മേക്ക് ഓവറിന്റെ ഒന്നും സാധ്യതയൊന്നുമില്ല. സത്രം സൂക്ഷിപ്പുകാരന്റെ ഒരേ ഒരു ജോലി ഈ ജോസഫും മറിയും വരുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കണം, ഇവിടെ സ്ഥലമില്ല, വാക്കുകളൊന്നുമില്ല, ഡയലോഗൊന്നുമില്ല. തന്റെ മുൻപിലേക്ക് ജോസഫും മറിയും വരുമ്പോൾ ഇവിടെ ഇടമില്ല എന്ന് പറയുക. ഒരു നേറ്റിവിറ്റി പ്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ മിടുക്കൊന്നുമില്ലാത്ത ഒരു കുട്ടിയെയാണ് സൺഡേ സ്കൂൾ അധ്യാപകർ സത്രം സൂക്ഷിപ്പുകാരന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. ഈ നേറ്റിവിറ്റി പ്ലേ ആരംഭിച്ചു. അതിന്റെ ഓരോ ഘട്ടങ്ങൾ പിന്നിട്ട് ജോസഫും മറിയും സത്രം സൂക്ഷിപ്പുകാരന്റെ മുൻപിലേക്ക് വന്ന് തങ്ങൾക്ക് ഇടമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സത്രം സൂക്ഷിപ്പുകാരൻ കാണിക്കേണ്ട ആംഗ്യം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ജോസഫിന്റെയും മറിയുടെയും ദയനീയമായ വേദന നിറഞ്ഞ മുഖം കണ്ട് ഈ സത്രം സൂക്ഷിപ്പുകാരനായ കുട്ടി അധ്യാപകർ പല ആവർത്തി പഠിപ്പിച്ച ആംഗ്യം അവൻ മറക്കുകയും നിനക്കിവിടെ ഇടമുണ്ട് എന്ന് പറയുകയും, പിന്നണിയിൽ നിൽക്കുന്ന അധ്യാപകർ വീണ്ടും വീണ്ടും പറയുന്നു, അതല്ല പറയേണ്ടത്, നീ പറയേണ്ടത് ഇടമില്ല എന്നുള്ളതാണ്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായ ഒരു ചർച്ച എന്ന് ചോദിച്ചാൽ അത് ഇടമുണ്ട്, അത് ഇടമില്ല എന്നുള്ളതല്ല. നാം ഈ ഒരു അടുത്ത സമയത്ത് കേരളത്തിന്റെ
മനസാക്ഷിയെ മുഴുവൻ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മാനസിക നിലയെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പാലക്കാടുണ്ടായ ആൾക്കൂട്ട കൊലപാതകമാണ്. ഒരു ദരിദ്രനായ മനുഷ്യൻ നൂറുകണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കേരളത്തിൽ വന്ന് അവൻ ജോലി ചെയ്യുന്ന ഇടത്ത് കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട് അവൻ ചെയ്യാത്ത കുറ്റത്തിന് ആരോപിച്ച് അവനെ 85 മുറിവുകൾ ഏൽപ്പിച്ച് അവനെ കൊല്ലുന്ന ഒരു മനസാക്ഷിയുള്ള സമൂഹം. നിനക്കിവിടെ ഇടമില്ല. അതാണ് ഇതിന്റെ രാഷ്ട്രീയം ഇന്ന് എല്ലായിടത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഈ ക്രിസ്തുമസിന്റെ അർത്ഥത്തെ കുറിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടുന്ന രണ്ടാമത്തെ പാഠം എന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാവർക്കും ഇടമുണ്ട്, ഇവിടെ എല്ലാവർക്കും പാർക്കുവാൻ ഇടമുണ്ട് എന്ന് ഒരു സമൂഹം, ദൈവം പോലും ഉറക്കെ പറയുന്ന വലിയ സംവിധാനമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഞാൻ 3 വർഷം ലണ്ടനിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. മാർത്തോമ സഭയ്ക്ക് ആംഗ്ലിക്കൻ സഭയുമായി പൂർണ്ണ സംസർഗ ബന്ധമുള്ളത് കൊണ്ട് അന്ന് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് അന്ന് ബിഷപ്പ് ഞങ്ങൾക്ക് അവിടെ ഇല്ലാതിരുന്നു കൊണ്ട് പലപ്പോഴും അവിടെയുള്ള ആംഗ്ലിക്കൻ ക്ലർജി മീറ്റിങ്ങുകളിൽ, പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങളെയൊക്കെ ക്ഷണിതാവായി വിളിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു മീറ്റിംഗിൽ വെച്ച് അവിടുത്തെ ഒരു ബിഷപ്പ് തൻ്റെ മുൻപിൽ വന്നതായ പട്ടക്കാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ, അവിടെ വിന്റർ സീസൺ കൊടുന്തണുപ്പാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ മുൻപിൽ വന്ന പട്ടക്കാരോട് പറഞ്ഞ ഒരു നിർദ്ദേശം എന്നെ അത്ഭുതപ്പെടുത്തി. അതിങ്ങനെയാണ്: നിങ്ങൾ തണുപ്പ് കാലത്ത് നിങ്ങളുടെ ദേവാലയങ്ങൾ തുറന്നിടണം. എന്തിനാണ് ദേവാലയങ്ങൾ തുറന്നിടുക? പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, വഴിയിലുള്ള ദേവാലയങ്ങളുടെ പ്രധാന വാതിലുകൾ നിങ്ങൾ തുറന്നിടണം. ആരെങ്കിലും ഭവനരഹിതനായി അവിടെ ഉണ്ടെങ്കിൽ ആ രാത്രിയിൽ ആ കഠിനമായ തണുപ്പ് സഹിക്കാൻ കഴിയാതെ അവൻ ബുദ്ധിമുട്ടുമ്പോൾ അവൻ ദേവാലയത്തിലേക്ക് വന്ന് കിടന്നുറങ്ങട്ടെ. നിങ്ങൾ അവർക്ക് കമ്പിളി പുതപ്പ് കൊടുക്കണം. നിങ്ങളുടെ ഹീറ്റിംഗ് സംവിധാനങ്ങൾ തുറന്നു കൊടുക്കണം. രാവിലെ ആ മനുഷ്യൻ പോകുമ്പോൾ അവരൊരൽപ്പം ഭക്ഷണവും കൊടുക്കണം. ഇതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. ഇത് ദൈവം നമുക്ക് നൽകിയ വലിയ പാഠം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അത് ഈ ക്രിസ്തുമസിന്റെ സദ്വർത്തമാനങ്ങളുടെ, മംഗളവാർത്തകളുടെ ചരിത്രമാണ്. വേദപുസ്തകത്തിലെ ഈ ക്രൈസ്റ്റ് ഇവന്റിന്റെ നരേറ്റീവ്സ് പഠിക്കുമ്പോൾ പല ഘട്ടങ്ങളിലായി ദൂതന്മാർ പ്രത്യക്ഷരാകും. അത് ജോസഫിനും മറിയയ്ക്കും എലിസബത്തിനും അല്ലെങ്കിൽ സെക്രട്ടറിയാവിനും ആട്ടിടയന്മാർക്കും ഒക്കെ ഈ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. വിദ്വാൻമാർക്ക് അല്ലേ? പലപ്പോഴും ഈ ക്രിസ്മസിന്റെ ഈ സ്റ്റോറികളിൽ മുഴുവനും ഈ സദ്വർത്തമാനം, ഇന്ന് ദുർവർത്തമാനങ്ങളും ദുർവാർത്തകളും പെരുകുകയും അവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുകയും സത്യത്തിന് കേൾവിക്കാർ കുറയുകയും നല്ല വാർത്തകൾ പറയുന്ന ആളുകളും നല്ല വാർത്തകൾ കേൾക്കുന്ന ആളുകളും കുറയുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. നിങ്ങൾക്കറിയാമോ, ദൂതന്മാരുടെ വാക്കുകൾ കേട്ട എല്ലാ മനുഷ്യരും, അത് ജോസഫ് ആകട്ടെ, മറിയാകട്ടെ, ആട്ടിടയന്മാരാവട്ടെ, സഖറിയാവാകട്ടെ, വേദപുസ്തകത്തിലെ മറ്റ് ഇടങ്ങളിലുള്ള മനുഷ്യരായിക്കൊള്ളട്ടെ, അവരൊക്കെ ആ ദൂതന്മാരുടെ ശബ്ദത്തിന്, ദൈവിക ശബ്ദത്തിന് അവർ ചെവി കൊടുത്തു, അനുസരിച്ചു എന്നുള്ളതാണ്. ജോസഫിനോട് പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാണ്. എപ്പോഴാണ് ജോസഫിനോട് ഈ ദൂതൻ ഇത് വാർത്ത പറയുന്നത്? അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചപ്പോൾ. ദൈവത്തിന്റെ വാക്കുകൾ ദൂതന്മാരിലൂടെ കേട്ടപ്പോൾ ജോസഫ് ആ നിയോഗം എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന
വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് വിദ്വാൻമാരാണ്, വൈസ്മെൻ, വിദ്വാൻമാർ. ഹെരോദാവ് അവരോട് പറയുന്നുണ്ട്, അവർ യാത്ര തുടങ്ങി വന്നത് കൊട്ടാരത്തിലാണ്, ഇവിടെയാണോ രക്ഷകൻ പിറന്നത്? അപ്പോൾ രാജാവ് ചോദിച്ചു, പറയുകയാണ് ഇവിടെയല്ല. പക്ഷേ ഈ രാജാവ് വിദ്വാൻമാരോട് ഒരു ഓർഡർ, നമുക്കറിയാം രാജാക്കന്മാർ, ചക്രവർത്തി പറയുന്നത് എന്ത് ഓർഡറാണല്ലോ. ഈ ചക്രവർത്തി വിദ്വാൻമാർക്ക് ഒരു കൽപ്പന കൊടുത്തു, നിങ്ങൾ ഈ രക്ഷകൻ എവിടെ പിറന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മടങ്ങി വന്ന് നിങ്ങൾ ഈ കൊട്ടാരത്തിലെ ഓഫീസിൽ എൻ്റെ അടുക്കൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം വീട്ടിൽ പോയി സാവകാശം വായിക്കണം. അവർ ഈ മാലാഖന്മാരുടെ അറിയിപ്പ് കേട്ട് തിരിച്ചറിഞ്ഞ് നക്ഷത്രം കണ്ട് ഈ ശിശുവിനെ നമസ്കരിച്ച വിദ്വാൻമാർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, അവർ വേറെ വഴിയായി അവർ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ചക്രവർത്തിയുടെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കാമായിരുന്ന പാരിതോഷികങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കാമായിരുന്ന സ്ഥാനമാനങ്ങളെ നിരസിച്ചുകൊണ്ട് അംഗീകാരങ്ങളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർ വേറെ വഴിയായി അവരുടെ ദേശത്തേക്ക്, സ്വദേശത്തേക്ക് അവർ മടങ്ങിപ്പോയി. ക്രിസ്തുവിനെ കാണുന്നവരിൽ സംഭവിക്കേണ്ടുന്ന ഒരു അനിവാര്യതയാണ്. അവർക്ക് വേണമെങ്കിൽ തിരിച്ചു ചെന്ന് ചക്രവർത്തിക്ക് റിപ്പോർട്ട് ചെയ്ത് ചക്രവർത്തിയുടെ പാരിതോഷികങ്ങൾ വാങ്ങി മടങ്ങിപ്പോകാം. പക്ഷേ അവർ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. ആ വഴി ഒരുപക്ഷെ പ്രതിസന്ധി നിറഞ്ഞതാവാം, അനിശ്ചിതത്വം നിറഞ്ഞതാവാം. നാളെ രാജാവ് അവരെ പിടിച്ച് കൊല്ലുവാൻ സാധ്യതയുണ്ടാകാം. പക്ഷേ അവർ തിരഞ്ഞെടുത്തത് വേറെ വഴിയാണ്. ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ച ജോസഫ് തിരഞ്ഞെടുത്തത് മറിയെ ചേർത്തുകൊള്ളുവാനുള്ള വഴിയാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് നാം വിചാരിക്കുന്നത് പോലെയും ഇന്നത്തെ കമ്പോളം നിർവചിക്കുന്നത് പോലെയും ഇന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾ പറയുന്നത് പോലെയും അല്ല യഥാർത്ഥ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ക്രിസ്തുമസ്, ദ ക്രൈസ്റ്റ് ഇവന്റ് ഇൻ പബ്ലിക് സ്പേസ്. ക്രിസ്തു സംഭവം പൊതു ഇടത്താണ്. ആർക്കും ഒരു വിവേചനവും ഒരു ശ്രേണിബദ്ധമായ ഇടങ്ങളും അടയാളങ്ങളും ഇല്ലാതെ ആർക്കും വന്ന രക്ഷകനെ നമസ്കരിക്കാം. ഈ ക്രിസ്തുമസിന്റെ അർത്ഥം, നിനക്കും ഇവിടെ ഇടമുണ്ട്, ഇവിടെ നിനക്ക് സുരക്ഷിതനായി വന്നുറങ്ങാം. There is space for you. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഗതി, വഴി മാറി വ്യത്യസ്തങ്ങളായ വഴികൾ സ്വീകരിക്കുന്നതാണ്. നമുക്ക് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാം. ഏവർക്കും അർത്ഥപൂർണമായിട്ടുള്ള ദൈവകൃപയുള്ള അനുഗ്രഹീതമായ ക്രിസ്തുമസും പുതുവത്സരവും ആശംസിക്കുന്നു. എന്നെ ഇതിന് നിയോഗിച്ച പ്രിയ ഷൈനാസിനോടും ഈ ഇടവകയുടെ ചുമതലക്കാരോടും ഗായക സംഘാംഗങ്ങളോടും കേട്ട നിങ്ങളോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ രാജരാജ ദേവജാതൻ എന്ന ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ചകളെ സമർപ്പിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.